ഹലോ നമസ്കാരം, ഗ്രോഗ്രാഫ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാൻവ ട്യൂട്ടോറിയൽ സീരീസ് ആണ് അല്ലേ. ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞു. ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് എന്താണ് ക്യാൻവ, അത് ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുന്നത്, അതിൻ്റെ യൂസ് ഇൻ്റർഫേസ് എങ്ങനെയാണ് ഒരു അക്കൗണ്ട് തുടങ്ങേണ്ടത്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മേളിൽ അതിൻ്റെ പിൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് കാണുക, അതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, മറ്റുള്ള കൂട്ടുകാർക്ക് കാണുക, ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ് ക്യാൻവയിലെ ടൂൾസ്, എങ്ങനെയാണ് അതൊരു പുതിയ പോസ്റ്റ് ഡിസൈൻ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഒരു നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ല രസമായിരിക്കും, നമുക്ക് കൂടുതൽ പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ canva.com എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു യൂസർ ഇന്റർഫേസ് കിട്ടും. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3 രീതിയിലാണ് നമുക്ക് ക്യാൻവ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, വെബ് അഡ്രസ് വഴി നമുക്ക് വെബ്സൈറ്റ് വഴി നമുക്ക് ലോഗിൻ ചെയ്ത് കയറാൻ സാധിക്കും. ഒന്ന്, കമ്പ്യൂട്ടറിൽ അതിന്റെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. അല്ല, മറ്റൊന്ന് മൊബൈലിൽ നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് മൂന്നും ലിങ്ക്ഡ് ആണ്. ഏത് പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ, അത് കമ്പ്യൂട്ടറിലായിക്കോട്ടെ, മൊബൈലിലായിക്കോട്ടെ, വെബ്സൈറ്റിലായിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ സെയിം മെയിൽ ഐ ഡി വെച്ച് കയറി കഴിഞ്ഞാൽ നമ്മൾ 3 എണ്ണത്തോളം ഒരിടത്ത് ചെയ്യുന്ന മൊബൈലിൽ ചെയ്യുന്ന സാധനം നമുക്ക് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ചെയ്യാം, കമ്പ്യൂട്ടർ ചെയ്യുന്ന സാധനം വെബ്സൈറ്റിൽ ചെയ്യാം, നമുക്ക് എവിടുന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ ഒരു ഫ്രീഡം ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ പെട്ടെന്ന് യാത്രയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മൊബൈലിൽ കൂടി തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് ഇനി മുമ്പോട്ട് തന്നെ പോകാം. നമുക്ക് എങ്ങനെയാണ് ഒരു പോസ്റ്റ് ഡിസൈൻ ചെയ്യാനായിട്ട് തയ്യാറാകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ലോഗിൻ ഒക്കെ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു യൂസർ ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും. അതിന് മുമ്പായിട്ട് ഒരു ഹോം ബട്ടൺ ഉണ്ട്. ഈ ഒരു ഹോം ബട്ടൺ നമുക്ക് ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലുള്ള ഡിസ്പ്ലേ വരും. അതിനുശേഷം നമുക്ക് പ്രൊജക്റ്റ്, നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകൾ എന്തൊക്കെയാണ് നമുക്ക് കാറ്റഗറി ഒക്കെ തിരിച്ചു വെക്കാനായിട്ട് സാധിക്കും. അത് ഇവിടെയാണ് വെക്കുന്നത്. പിന്നെ ടെംപ്ലേറ്റ്സുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം സെർച്ച് ചെയ്തായിരുന്നു കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അത് കണ്ടുപിടിക്കുന്ന ഇതിൻ്റെ അകത്ത് കുറേ ടെംപ്ലേറ്റ്സുകളുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കുന്നതിലല്ല നമ്മളുടെ ഒരു സ്പെഷ്യാലിറ്റി. നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, എന്നാൽ അതിൽ എക്സ്പേർട്ട് ആവാതെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ടൊന്ന് തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ നമുക്ക് വളരെയധികം ഇമ്പ്രൂവ് ആക്കാനായിട്ട് സാധിക്കും. പിന്നെ ബ്രാൻഡ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബ്രാൻഡ് കിറ്റ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആഡ് ചെയ്യാനൊക്കെ സാധിക്കും. അത് പ്രോ വേരിയന്റിന് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ആപ്ലിക്കേഷൻസ്, കുറേ ആപ്ലിക്കേഷൻസ് ആണ് ഇതിനകത്തുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. AI ടെക്നോളജീസ്, അതേ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അതേപോലെ ഗ്രാബ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ആനിമേഷൻസ് ആക്കാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ കുറേ ടെക്നോളജീസ്, കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ആപ്ലിക്കേഷൻസ് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ വരും ദിവസങ്ങളിൽ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇതൊക്കെ നമ്മളെ സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് പുതിയ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഏത് കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ഏത് സൈസിലുള്ള പോസ്റ്ററാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് സോഷ്യൽ മീഡിയയ്ക്കുള്ളത് അല്ലെങ്കിൽ ഫേസ്ബുക്കിന് വേണ്ടിയുള്ളതിനൊരു സൈസ്, ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയുള്ള സൈസ്, അല്ല വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വെക്കാൻ വേണ്ടിയുള്ളതിനാണെങ്കിൽ ഒരു സൈസ്, അല്ലെങ്കിൽ A4 സൈസിലാണെങ്കിൽ. അപ്പോൾ ഏതാണ് നമ്മുടെ സൈസ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മളൊരു പോസ്റ്റർ ഡിസൈൻ ആയിട്ട് ചെയ്യാനായിട്ട് തയ്യാറാവുക. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് ആണ് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റർ അല്ലെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ 1080 x 1080 പിക്സൽ വരുന്ന ഒരു പോസ്റ്റർ, അല്ലെങ്കിൽ നമുക്കൊരു 4x4 അല്ലെങ്കിൽ ഒരു ഈക്വലി അല്ലെങ്കിൽ ഒരു സ്ക്വയർ ടൈപ്പ് പോസ്റ്റർ നമുക്ക് ചെയ്യാനായിട്ടാണ് തയ്യാറാകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ തയ്യാറാകുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധനമായിരിക്കും വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇങ്ങനെ ഒരു സ്ക്വയർ സാധനം വരുന്നുണ്ട്, ഒരു ലേഔട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ആഡ് പേജ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ. ഇതേപോലെ തന്നെ വേറൊരെണ്ണം കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ടൈം തന്നെ 3-4 പേജുകൾ ഒരേ സമയം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ 2 ഓപ്ഷൻസുകളാണ് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിന്റെ കോർണർ സൈഡിലോട്ട് വരുമ്പോൾ ഓപ്പൺ മെനു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പേ കണ്ട ആ ഒരു പോർഷനിലേക്ക് നമുക്ക് പോകാനൊക്കെ സാധിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഓപ്പൺ മെനു ക്ലോസ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നോരോന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഡിസൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്താണ് നമുക്ക് കുറേ വേരിയന്റ്, നമുക്ക് വേണ്ടിയ കുറച്ച് ടെംപ്ലേറ്റ്സുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മുമ്പേ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞ സാധനം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ പോസ്റ്റേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ദിസ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇതൊരു കണ്ടോ, ഇപ്പം ഇങ്ങനെ വരുമ്പോൾ ഒരു സ്റ്റാർ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അതിനെ അപ്ഗ്രേഡ്
അപ്ഗ്രേഡ് ചെയ്തെങ്കിൽ മാത്രമേ പ്രോ വേരിയൻറ്റ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ അതേസമയം ഈ ഒരു സ്റ്റാർ ഇല്ലാത്ത കുറേ മോഡൽസ് ഉണ്ട് കണ്ടോ. ഇതിപ്പോൾ സ്റ്റാർ ഇല്ലാത്തൊരു സാധനം കണ്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ അതിൻ്റെ എഡിറ്റബിൾ വേർഷൻ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മളിപ്പോൾ അങ്ങനത്തെ ചെയ്യാനായിട്ടല്ല ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു പുതിയൊരു പോസ്റ്റർ നമ്മൾ തന്നെത്താനെ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഡിസൈനായിട്ടുപരിയായിട്ട് അടുത്തത് വരുന്നത് ഇലമെന്റ്സ് ആണ്. ഇലമെന്റ്സിൻ്റെ അകത്താണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടി വരുന്ന ഫോട്ടോസ്, അതേപോലെ തന്നെ ഷേപ്സ്, അതേപോലെ തന്നെ ഗ്രാഫിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ഇലമെന്റ്സ് എന്ന് പറഞ്ഞ സെഷൻ്റെ അകത്ത്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ AI ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഇമേജസ് ഒക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്, ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ഷേപ്സുകൾ, ഗ്രാഫിക്സ്. ഇപ്പൊ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ലാമ്പ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ലാംപ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. അപ്പോൾ നോക്കി ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ ഉള്ളത്, ഈ ഒരു ക്രൗൺ ഉള്ളത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അല്ലാതെ വരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇലമെന്റ്സിൻ്റെ അകത്തു നിന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അടുത്തത് ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ ആഡ് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുകൾ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് പല വെറൈറ്റീസിൽ പല ടെംപ്ലേറ്റ്സുകളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ അവൈലബിൾ ആണ്. എന്നാൽ നമ്മൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ഓരോന്നോട്ട് നമുക്ക് മാറി നമുക്ക് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചു, ഡിസൈൻ പഠിച്ചു, എലമെന്റ്സ് പഠിച്ചു, ടെക്സ്റ്റ് പഠിച്ചു, പിന്നെ ബ്രാൻഡ് എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് നമുക്ക് ലോഗോസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ബ്രാൻഡ് കളേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും, ഫോണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്തൊന്നും നമുക്ക് ഇപ്പോൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പ്രോ വേരിയന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ ഇതിലൊരു ബേസിക് സാധനം പറഞ്ഞു തന്നതിന് ശേഷം നമുക്ക് പ്രോ വേരിയന്റ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് നോർമൽ സാധനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബ്രാൻഡ് നമുക്ക് വരും ദിവസങ്ങളിൽ പഠിക്കാം. അതിൻ്റെ അടുത്തതായിട്ട് വരുന്ന അപ്ലോഡ്സ്. നമ്മുടെ മൊബൈലിൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള ഫോട്ടോസ്, അതേപോലെ തന്നെ ലോഗോകൾ, ഇതൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏതാണോ ഭാഗത്ത് വരുന്നത് ആ രീതിയിൽ അത് നമുക്ക് ചെയ്ത് നമുക്ക് അകത്തോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് വരയ്ക്കാനുള്ളത്, ഡ്രോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം വരച്ച് നമുക്ക് ഇങ്ങനെ ഒരു സാധനം നമുക്ക് വേണ്ടിയ രീതിയിൽ വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഡ്രോയ്ക്കകത്ത് പറ്റും. പിന്നെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രൊജക്ട്സുകളെ പറ്റിയുണ്ട്, ആപ്ലിക്കേഷൻസ് കുറേ ഉണ്ട്, കുറേ ടെക്നോളജി വെച്ച് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ കുറേ ഷാഡോസ് അല്ലെങ്കിൽ കളറൈസ് ചെയ്യുന്നത്, ഡ്രീം ഫേസ് ചെയ്യുന്നത്, ഒരുപാട് ഇമേജ് അപ്സ്കെയിൽ ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ ഒരു യുവജനോത്സവത്തിൻ്റെ ഒരു ഗസ്റ്റിനെ ക്ഷണിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ നമ്മളിന്ന് ആദ്യമായിട്ട് നമ്മളൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ എടുക്കുക, ലാപ്ടോപ്പ് എടുക്കുക, എങ്ങനെയാണെങ്കിലും നമുക്ക് ഒരുമിച്ച് ഇതൊന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മളൊരു മുമ്പേ ചെയ്ത പോലുള്ള ഒരു ലേഔട്ട് നേരത്തെ സൈസൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടിയത് നമുക്കൊരു ടെക്സ്റ്റാണ്. ഒരു സ്കൂളിൻ്റെ യൂത്ത് ഫെസ്റ്റിവലാണ് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോൾ നമുക്ക് അടുത്ത് ഒരു ടെക്സ്റ്റ് വേണ്ടത്, നമുക്ക് വേണ്ടിയ ടെക്നോളജി വേണ്ടിയത് എന്താണ്, ടെക്സ്റ്റ് വേണ്ടത് ഇതാണ്. രണ്ടാമതൊരു ടെക്സ്റ്റ് കൂടെ വേണ്ടിയത് യൂത്ത് ഫെസ്റ്റിവൽ ഇനാഗുറേഷൻ എന്ന് പറയുന്ന സാധനം വേണം അല്ലേ. അപ്പോൾ നമുക്ക് അതും അടുത്തൊരു രീതി വേണ്ടിയുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. പിന്നെ ആരാണ് നമുക്ക് വേണ്ടത്, ചീഫ് ഗസ്റ്റ് അല്ലേ. നമുക്ക് ഒരാൾ വേണ്ടേ, ചീഫ് ഗസ്റ്റ് വേണം, വിമൽ കുമാർ എന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇത്രയും സാധനങ്ങളാണുള്ളത് ഹയർ സെക്കൻഡറി സ്കൂളിൽ. അപ്പം നമുക്ക് വേണ്ടി ഇപ്പോൾ ഒരു യൂത്ത് ഫെസ്റ്റിവലിന് ആവശ്യമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആവശ്യമാണ്. ഒരാളുടെ ഫോട്ടോ ആവശ്യമാണ്. ഇവിടെ നമുക്കൊരു ഫോട്ടോ നമുക്ക് തയ്യാറാക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഒരു യൂത്ത് ഫെസ്റ്റിവൽ എന്നുള്ള സാധനം ഇച്ചിരി ഹെവി വേണം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിങ്ങനെ നമുക്ക് ക്ലോസ് ആക്കി അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് നമുക്ക് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ളൊരു ഹെഡിങ് ആക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കുക, ടെക്സ്റ്റ് ആഡ് ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ മുകളിലൊരു ഓപ്ഷൻ വന്നു. അതിനകത്ത് മാജിക് റൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നു. അത് നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ പഠിക്കാം. അവിടെ ഇപ്പുറത്ത് ഫോണ്ടുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫോണ്ട്, ഇപ്പോൾ ഇതിനകത്ത് കുറേ ഫോണ്ടുകൾ ഇതിനകത്തുണ്ട്. പ്രീമിയം പ്രോ അല്ലാത്തവർക്ക് വേറെ ഫോണ്ടുകളൊക്കെയാണുള്ളത്. നമുക്ക് കുറേ ഫോണ്ടുകൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് നോർമലി ഇപ്പം ഞാനിപ്പോൾ ജസ്റ്റ് റോക്ക 1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നോക്കാം. ഇതിൻ്റെ സൈസ് നോക്കിക്കേ, 27 എന്നുള്ളത് പല സൈസ് നമുക്ക് ചെയ്യാം. കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ മാറ്റാം, ബോൾഡ് ആക്കാം, ടാലിൻ ആക്കാം,
അലൈൻമെൻറ്റ് ചെയ്യാം, ഡോട്ട് ലിസ്റ്റ് ചെയ്യാം, സ്പേസിങ് കറക്റ്റ് ആക്കാം, ക്യാപിറ്റൽ ലെറ്റർ അങ്ങനെ അണ്ടർലൈൻ ചെയ്യിക്കാം, എഫക്ട്സ് ചെയ്യാം, ആനിമേഷൻ ചെയ്യാം, പൊസിഷനൊക്കെ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അടുത്ത നമുക്ക് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കേ. നിങ്ങൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ നമുക്കിതൊന്ന് ബോൾഡ് ആക്കാം. ബോൾഡായി തന്നെ കിടക്കുന്ന ഒരു ഫോണ്ട് നല്ല ഇച്ചിരി കട്ടിയുള്ളൊരു ഫോണ്ട് ആക്കാനായിട്ട് ശ്രമിക്കാം. നോക്കിക്കേ, ഒരു യൂത്ത് ഫെസ്റ്റിവൽ കണ്ടോ, യൂത്ത് ഫെസ്റ്റിവൽ എന്നുള്ള സാധനം ഇവിടെ കൊടുത്തു. അപ്പം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ എന്നുള്ള രീതി. അപ്പം നമുക്ക് ഈ ഒരു ഭംഗിക്ക് ഇതിൻ്റെ ഒരു അലൈൻമെൻ്റ് ഒക്കെ കറക്റ്റ് ആക്കി. പിന്നെ നമുക്ക് ഇനാഗുറേഷൻ എന്നുള്ളത് ഒരു ഹാൻഡ് റൈറ്റിംഗ് ഫോണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് ഫോൺസ് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. നോക്കിക്ക് നമുക്ക് ഇതൊരു ഉപയോഗിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു എനിക്ക് തോന്നുന്നു ഇത് സ്മോൾ ലെറ്റർ ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇനാഗുറേഷൻ കണ്ടോ, യൂത്ത് ഫെസ്റ്റിവൽ ഇനാഗുറേഷൻ. ഇങ്ങനെ നമുക്കൊരു യൂത്ത് ഫെസ്റ്റിവൽ എന്നുള്ള സാധനം ഇച്ചിരി താപ്പോട്ടാക്കാം കണ്ടോ, യൂത്ത് ഫെസ്റ്റിവൽ ഇനാഗുറേഷൻ. ചീഫ് ഗസ്റ്റ് എന്നുള്ളത് നമുക്ക് ഇച്ചിരി ചെറുതാക്കി, ഈ സൈസൊക്കെ ചെറുതാക്കാം. വിമൽ കുമാർ എന്നുള്ളത് നമുക്കൊരു ബോൾഡ് ആക്കിയാൽ ഇച്ചിരി ബോൾഡുള്ള സാധനം ആക്കിയാൽ ഇച്ചിരി ഭംഗിയാവുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം, ഈ 10 ഫോണ്ട് തിരഞ്ഞെടുത്ത് നമുക്ക് എന്തുവാ ഇച്ചിരി നല്ല ഫോണ്ടുകൾ ഏതിലുണ്ട് നോക്കാം. ഒരു നല്ലൊരു ഫോണ്ടാണ് വിമൽ കുമാർ എന്നൊരു ഇത് കൊടുക്കാം. ചെയ്തു. ഇത് ആരാന്നുള്ളത് കൊടുക്കണ്ടേ, വിമൽ കുമാർ എന്ന് മാത്രം കൊടുത്താൽ മതി. ചീഫ് ഗസ്റ്റ് എന്നുള്ള സാധനം വരുമ്പോൾ ഇങ്ങനെ നമ്മൾ സാധനം സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു സീൻ ആർട്ടിസ്റ്റ് ആണല്ലേ. സാധനം ചെറുതായിട്ട് ബാക്കി കൊടുത്തു. നമുക്കൊരു വേണേൽ ഒരു ഫോട്ടോ കൊടുക്കണം അല്ലേ. അപ്പം ഇവിടെയാണ് നമ്മൾ ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്തു. നമുക്കൊരു ഇവിടെ ഇങ്ങനെ ഇച്ചിരി സെറ്റപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കുക എല്ലാം ഒരു പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ കുറച്ച് ഭംഗി വരുത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് പരിപാടി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റ് വഴി നമുക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റുകളെല്ലാം നമ്മൾ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇലമെൻറ്റ്സ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ടിയത് എന്താണ്, നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് വേണം അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നടിച്ച് കഴിയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ ബാക്ക്ഗ്രൗണ്ട്സ് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട്, അപ്പോൾ പ്രീമിയം ആയതുകൊണ്ട് നമ്മൾ സ്റ്റാർ ഉള്ളത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അല്ലാതുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. നോക്കിക്കേ, ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് ഞെക്കിയപ്പം കണ്ടോ ഇങ്ങനൊരു സാധനം വന്നത് കണ്ടോ. അപ്പോൾ ഇങ്ങനൊരു സാധനം വന്നു കണ്ടോ. ബാക്ക്ഗ്രൗണ്ട് വെച്ചേ നമുക്ക് വേണ്ടിയത് ഒരു ഫോട്ടോ, ഒരാളുടെ ഒരു സീന ആർട്ടിസ്റ്റിൻ്റെ ഒരു ഫോട്ടോ വെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിം വെക്കാം. ഫോട്ടോ ഫ്രെയിം വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഓള് കൊടുക്കണം. ഓള് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു ഫോട്ടോ ഫ്രെയിം നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഉണ്ടോ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ കണ്ടോ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ കണ്ടോ സീൻ ആർട്ടിസ്റ്റ് അലൈൻമെൻ്റ് ഒക്കെ ഇച്ചിരി താത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1 2 3 സെലക്ട് ചെയ്ത് ജസ്റ്റ് ഇതും കൊണ്ട് സാപ്പോർട്ടാക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ആഡ് ചെയ്ത ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ഒരു ഫോട്ടോ നമുക്ക് നോക്കാം. ചീഫ് ഗസ്റ്റ് ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇച്ചിരി മേപ്പോട്ടാക്കാൻ പോയതൊക്കെ നമ്മൾ ഇച്ചിരി മേപ്പോട്ടാക്കി ഇച്ചിരി നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഒരു ഗ്യാപ്പ് വന്നു. കേട്ടോ സാധനം വന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യൊരു ഫോട്ടോ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഫോട്ടോ നമുക്ക് വേണ്ടിയത് ഒരു ഫോട്ടോയാണ് നമ്മളിപ്പോൾ ജസ്റ്റ് കൊടുക്കാനായിട്ട് പോവുക. അപ്പോൾ നമുക്ക് തൽക്കാലം നമുക്ക് വേറെ ആരുടെയും ഫോട്ടോ കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഒരു പ്രൊവേരിയൻ്റ് അല്ലാത്ത നോർമലി ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ നമുക്ക് ഫോട്ടോ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതോട്ട് വലിച്ചിട്ടാൽ മതി, നമുക്കിവിടെ ആളുടെ ഫോട്ടോ വരും. കണ്ടോ. ഇപ്പോൾ കണ്ടോ ജസ്റ്റ് ഒരു പോസ്റ്റർ മാത്രമാണ് നമ്മൾ ചെയ്തത്. ഈ സാധനം നമ്മൾ ഇങ്ങനെ നോക്കുന്നു, ഇപ്പോൾ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ കളറുകളൊക്കെ നമുക്ക് മാറ്റാനായിട്ട് ഇനിയുള്ള സംഭവങ്ങളുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇച്ചിരി ഡാർക്ക് വേണമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സാധനത്തിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിക്ക് ഇങ്ങനെ ഗ്രേ ആക്കി പല നമുക്ക് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ പല കളർ കൊടുക്കാം. അതേപോലെ തന്നെ ഇങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നീളത്തുള്ള ഉണ്ടോ ഈ യൂത്ത് ഫെസ്റ്റിവലിന് നമുക്ക് വേറൊരു കളർ കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്കൊരു ബ്ലൂ കൊടുക്കാം. ഇത് നമുക്ക് നേരെ ഇങ്ങോട്ട് വെക്കാം. അപ്പോൾ നോക്കി ഇതെല്ലാം നമുക്ക് എന്തോ എടുക്കാൻ പറ്റും, നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് സെക്കൻഡറി സ്കൂൾ ഇനാഗുറേഷൻ ചീഫ് ഗസ്റ്റ് എന്നുള്ള സാധനം കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇച്ചിരി നമുക്കൊരു കട്ടിയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് വേറൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. വേറൊരു ബാക്ക്ഗ്രൗണ്ട് മാറ്റി ഏതെങ്കിലും ഒരു ഇച്ചിരി ഡാർക്ക് കളറുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഭംഗിയാണെന്ന് തോന്നും. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഇച്ചിരി ഡാർക്ക് അല്ലേ, ഈ ഒരു സാധനത്തിന് പകരം ഒരു ബ്ലൂ ഷെയ്ഡ്. ഓക്കെ,
ഇതാണെന്നുണ്ടെങ്കിൽ നോക്കി ഇച്ചിരി ഭംഗിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്തുകൊണ്ടാണ് ഇവിടെ നോക്കി ഇവിടെ മൂവ് ചെയ്തു സെറ്റ് ആസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയും. സെറ്റ് ആസ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മൊത്തത്തിൽ നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ അകത്ത് കുറേ ഭംഗി വരുത്താനായിട്ടുള്ള ഓപ്ഷൻസ് കുറേ ഉണ്ട്. ഇപ്പോൾ ഈ ഇനാഗ്രേഷൻ്റെ ബാക്കിൽ ഒരു ചെറിയ സാധനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എഫക്ട്സിൻ്റെ അകത്ത് ഷാഡോയോ ലിഫ്റ്റോ അല്ലെങ്കിൽ ഷാഡോസ് ലിഫ്റ്റ് അല്ലെങ്കിൽ ഹോളോ പോലത്തെ സാധനമോ അല്ലെങ്കിൽ അലൈൻ ചെയ്യുന്നതോ ഔട്ട്ലൈൻസോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു കളർ വേരി ദിവസങ്ങളിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ നോക്കിക്കേ, നമ്മൾ ഒരു ചെറിയ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നോക്കിക്കേ, നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് നമ്മളുടെ പേരോ നമ്മുടെ കമ്പനിയുടെ പേരോ നമ്മുടെ ആളുടെ പേരോ നമുക്കൊരു സാധനം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു പോസ്റ്റർ ക്യാൻവയിൽ ഡിസൈൻ ചെയ്യാൻ സാധിക്കുക, അതിൻ്റെ ബേസിക് ടൂൾസ് എന്തൊക്കെയാണ്, എലമെൻറ്റ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജസ്റ്റ് ഒരു ഓവറോൾ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. വരും ദിവസങ്ങളിൽ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് പോസ്റ്റേഴ്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പഠിക്കാം. അടുത്ത ദിവസം വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.